വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന കൃതിയുടെ 9-ാമത്തെ അധ്യായത്തിന്റെ കേൾവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഈ ഒരു അധ്യായത്തിൽ സുഹറയുടെയും മജീദിന്റെയും കൂടിക്കാഴ്ചയുടെയും അതീവ ക്ഷീണിതയും വിഷാദ രൂപിണിയുമായ സുഹറ സ്വന്തം വിവാഹ ജീവിതത്തിന്റെ കൈപ്പുള്ള കഥകൾ പങ്കുവെക്കുന്നതിന്റെയും ചിത്രങ്ങളാണ് രചയിതാവ് വളരെ മനോഹരമായി വരച്ചിട്ടിരിക്കുന്നത്. നമുക്ക് കേൾക്കാം. അധ്യായം 9. സുഹറ വന്നു. മജീദ് വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് പ്രേമ പാരവശ്യത്തോടെ അവൾ ഓടിക്കിതച്ചു വന്നു. പക്ഷേ മജീദിനു കാണുവാൻ മനസ്സുണ്ടായില്ല. വല്ലാതെ പതറിപ്പോയിരുന്നു. മജീദിന് അനങ്ങുവാൻ കഴിഞ്ഞില്ല. ആകെ തളർന്നു പോയിരുന്നു. എവിടെ എന്നുള്ള സുഹ്റായുടെ ചോദ്യവും തോട്ടത്തിൽ എന്നുള്ള ഉമ്മായുടെ മറുപടിയും മജീദ് കേട്ടു. ഹൃദയം ദ്രുതഗതിയിൽ തുടിച്ചുകൊണ്ടിരുന്നു. അനക്കമില്ലാതെ മജീദ് ആ പഴയ കസാരയിൽ കിടന്നു. അന്തിവെയിലിൽ തോട്ടം മുങ്ങി നിൽക്കുകയായിരുന്നു. പൂക്കളിലേക്ക് വണ്ടുകൾ പാറിപ്പറന്നുകൊണ്ടിരുന്നു. സുഗന്ധവാഹിയായ ഇളം കാറ്റ് ഇലകളെ ചലിപ്പിച്ചു കൊണ്ടിരുന്നു. മജീദ് മഞ്ഞവെയിലിൽ മുങ്ങിയ പ്രതിമ പോലെ ചാരുകസേരയിൽ കിടന്നു. സുഹ്റായുടെ കാലൊച്ച അടുത്തു വന്നു. ഓ, പുതിയ തോട്ടം! സുഹ്റായുടെ ദുഃഖകരമായ ശബ്ദം പിന്നിൽ. മജീദിന്റെ ഹൃദയം വേദനിച്ചു. വെറും വേദനയല്ല, ഉറഞ്ഞ എല്ലിമുള്ളുകൾ തറഞ്ഞ് ഒടിഞ്ഞിരിക്കുന്നത് പോലെ ഹൃദയം വിങ്ങി വേദനിച്ചു കൊണ്ടിരുന്നു. പൊട്ടിക്കരയുവാൻ പോകുന്ന വിധത്തിൽ ഖിന്നയായി സുഹ്റ പതുക്കെ ചോദിച്ചു, എന്നെ അറിയുമോ? നിശബ്ദ പ്രപഞ്ചം. ഒന്നും പറയാൻ കഴിയുന്നില്ല. ഓർമ്മകൾ മാത്രം. മജീദിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വീണ്ടും ചോദിച്ചു, എന്നോട് പിണക്കമായിരിക്കും അല്ലേ? മജീദ് പതുക്കെ തിരിഞ്ഞു നോക്കി. ഹൃദയം പൊള്ളിപ്പോയി. സുഹ്റ ആകെ മാറിപ്പോയിരിക്കുന്നു. കവിളുകൾ ഒട്ടി, കൈവിരലുകളുടെ ഏപ്പുകൾ മുഴച്ച്, നഖങ്ങൾ തേഞ്ഞ്, ആകെ വിളർത്ത്, കാതുകളിലെ കറുപ്പ് നൂലുകൾ മുടികൊണ്ട് മറഞ്ഞ്, അങ്ങനെ അന്യോന്യം അവർ നോക്കി. വളരെ വളരെ സമയത്തേക്ക് ഒന്നും ആർക്കും പറയുവാൻ കഴിഞ്ഞില്ല. ക്രമേണ സൂര്യൻ മറഞ്ഞു. വ്യത്യാസങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇരുളെങ്ങും വ്യാപിച്ചു. ഒന്നും അവർ അറിഞ്ഞില്ല. ഗ്രാമത്തെ ആലിംഗനം ചെയ്യുന്ന നദിയുടെ ഇരുപിരിവുകളെയും ധവളിമയിൽ മുക്കിക്കൊണ്ട് പൂർണ്ണചന്ദ്രൻ കുന്നിന്റെ ഉച്ചിയിൽ നിന്ന് എത്തി നോക്കി. ഗ്രാമീണ നിശബ്ദതയെ ഭേദിച്ച് ഒരു പ്രേമഗാനം ദൂരത്തെവിടെയോ നിന്നും ഉയർന്നു. ഏതോ കാമുകൻ ഏതോ പ്രേമഭാജനത്തിനെ വിചാരിച്ച് ശോക മധുരിമയോടെ പാടി. താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയില് പങ്കിറങ്കളോളെ. അങ്ങനെ വീണ്ടും വീണ്ടും അജ്ഞാത ഗായകൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ മജീദ് മന്ത്രിച്ചു, സുഹ്റ. ഭൂതകാലത്തിന്റെ ഹൃദയത്തിൽ നിന്നോണം അവൾ വിളി കേട്ടു. ഓ? മജീദ് ചോദിച്ചു, എന്തായിരുന്നു സുഖക്കേട്? അവൾ പറഞ്ഞു, ഒന്നുമില്ലായിരുന്നു. പിന്നെ ഇത്രയ്ക്ക് ക്ഷീണിച്ചത്? സുഹ്റ അതിനുത്തരം പറഞ്ഞില്ല. സുദീർഘമായ നെടുവീർപ്പോടെ അവൾ പറഞ്ഞു, ഞാൻ മിനിയാന്ന അറിഞ്ഞത്. വന്ന വിവരം. തെല്ലു പരിഭവത്തോടെ മജീദ് ചോദിച്ചു, ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണോ കരുതിയത്? ആണോ? എല്ലാവരും അങ്ങനെ വിചാരിച്ചു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു തിരിച്ചു വരുമെന്ന്. എന്നിട്ട് പിന്നെ അവരെല്ലാം നിശ്ചയിച്ചു. എന്റെ സമ്മതം ആരും നോക്കിയില്ലല്ലോ. ഉമ്മ തീ തിന്നുകയായിരുന്നു. എന്റെ പ്രായക്കാരെയൊക്കെ കെട്ടിച്ചിട്ട് 3ഉം 4ഉം പ്രസവിച്ചു. പൊന്നും സ്ത്രീധനവും കൊടുക്കാതെ എന്നെ ആരും പൊന്നും സ്ത്രീധനവും വാങ്ങാതെ സുഹ്റായെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഒരാൾ പോലും ഇല്ലെന്ന് സുഹ്റ അങ്ങ് വിശ്വസിച്ചുറച്ചു അല്ലേ? എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഒരു നിമിഷം പോലും മറന്നിട്ടില്ലായിരുന്നു. ഓരോ രാത്രിയും ഓരോ പകലും ഞാൻ ഓർത്തു കരയും. യാതൊരു അപകടവും വരുത്തരുതേ, ഒരു സുഖക്കേട് പോലും വരുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എന്നും എന്നും പ്രാർത്ഥിക്കും. ഞാൻ സുഹ്റയെ മറന്നു കളഞ്ഞു എന്നാണോ സുഹ്റ വിചാരിച്ചത്? എന്നു ഞാൻ വിചാരിച്ചില്ല. എന്തേ എഴുത്തയക്കാഞ്ഞത്? അയച്ചില്ലെന്ന് മാത്രം. പലപ്പോഴും എഴുതിയിട്ടുണ്ട്, അയച്ചില്ല. ഞാൻ ദിവസവും എഴുത്ത് പ്രതീക്ഷിക്കും. ഇന്ന് വരും, നാളെ വരും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഈ വിവാഹം നടന്നത്
ഞാൻ പറഞ്ഞില്ലേ, എന്നോട് ആരും ചോദിച്ചില്ലെന്ന്. പിന്നെ ഞാനൊരു ഭാരമായി എത്ര നാൾ കഴിയും? ഞാൻ സ്ത്രീയല്ലേ. ഒടുവിൽ വീടും പുരയിടവും പണയം എഴുതി കൊടുത്ത് പൊന്നും മറ്റും ഉണ്ടാക്കി കല്യാണം കഴിഞ്ഞു. എന്നിട്ട് ഇത്ര ക്ഷീണിച്ചു പോയത്? സുഹറ മിണ്ടിയില്ല. പറയൂ സുഹറ, ഇത്ര ക്ഷീണിച്ചത്? വിചാരം കൊണ്ട്. എന്ത് വിചാരം? സുഹറ മൂളി. സുഹറ. ഓ പറയൂ. സുഹറ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അവൾ സാവധാനമായി അവളുടെ ഭർത്താവിനെ പറ്റി പറഞ്ഞു. വലിയ അരിശക്കാരനാണ്. അദ്ദേഹത്തിന് വേറെ ഒരു ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഞാൻ വീട്ടിൽ വന്നു നിർബന്ധിച്ചു കണക്കു പറഞ്ഞ് എന്റെ ഓഹരി വാങ്ങിക്കണമെന്ന് എന്നും പറയും. എനിക്ക് അനിയത്തിമാരില്ലേ, ഞാനെന്തു ചെയ്യും? ഞാൻ വിസമ്മതം പറഞ്ഞാൽ അപ്പോഴൊക്കെ എന്നെ അടിക്കും. ഒരിക്കൽ എന്റെ നാഭിക്ക് തൊഴിച്ചു. ഞാൻ കമിഴ്ന്നടിച്ചു വീണുപോയി. അന്ന് എന്റെ പല്ലടർന്നതാ ഇതാ. അവൾ വായ് പൊളിച്ചു. ആ വെണ്മയ്ക്കിടയിൽ ഒരു കറുത്ത വിടവ്. സുഹറ. ഓ എന്നിട്ട്? ഞാൻ അവിടെ ചെന്നിട്ട് ഇതേവരെ പശി അടങ്ങി ഒന്നും കഴിച്ചിട്ടില്ല. ഒരു നിമിഷ നേരമെങ്കിലും മനസ്സമാധാനം അനുഭവിച്ചിട്ടില്ല. ഞാനൊരു ഭാര്യയല്ല, വേലക്കാരി. കൂലിക്ക് ഞാൻ തൊണ്ട് തല്ലി കൊടുത്തു പണം ഉണ്ടാക്കണം. കുറഞ്ഞാൽ എന്നെ തല്ലും, ഒന്നും തരികയുമില്ല. ഞാൻ പുറത്തായിരുന്നപ്പോൾ അറിയോ, അടുപ്പിച്ച് 4 ദിവസം. എന്നിട്ട് പട്ടിണി കിടക്കേണ്ടി വന്നു. അങ്ങനെ സുഹ്റ പറഞ്ഞു തുടങ്ങി. അവൾക്ക് വളരെയധികം പറയാനുണ്ട്. ഒരുപാട് രഹസ്യങ്ങളുണ്ട് അവളുടെ ഹൃദയത്തിൽ. പലപ്പോഴും മരിക്കാൻ തോന്നിയിട്ടുണ്ട്. ഒരൊറ്റ ആശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് വന്നു കണ്ടിട്ട് മരിക്കാൻ. മരണത്തെപ്പറ്റി അങ്ങനെ ചിന്തിച്ചു മനസ്സ് വിഷമിപ്പിക്കേണ്ട. ഇനിയുമുണ്ട് അങ്ങോട്ട് ദീർഘമായ ജീവിതം. ശോഭനമായ ഭാവിയുണ്ടെന്ന് വിശ്വസിക്കൂ എന്ന് മജീദ് പറഞ്ഞപ്പോൾ സുഹറ നെടുവീർപ്പിട്ടു. അവൾ കസാരയുടെ മുൻപിൽ മജീദിന്റെ പാദങ്ങൾക്കടുത്ത് ഇരിക്കുകയായിരുന്നു. അങ്ങനെ വളരെ സമയത്തേക്ക് 2 പേരും ഒന്നും പറയാതെ നിലാവിൽ മുങ്ങിയ ലോകത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ മജീദ് പറഞ്ഞു. സുഹറ, പോയി ഊണ് കഴിച്ച് മനസ്സമാധാനത്തോടെ ഉറങ്ങൂ. നാളെ കാണാം. എനിക്ക് തീരെ ആവതില്ല. സുഹറ എണീറ്റു. അത്രയ്ക്ക് ക്ഷീണമോ? മജീദും എണീറ്റു. സുഹറ പറഞ്ഞു. മനസ്സിന്റെ വിഷമം. മനസ്സ് വിഷമിക്കണ്ട, പോയി സുഖമായി ഉറങ്ങൂ. നാളെ വല്ലയിടത്തും പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ കാലത്തേ വരും. മജീദ് പറഞ്ഞു. ആ. നിലാവെളിച്ചത്തിൽ മുങ്ങിയ തെങ്ങുകളുടെ ഇടയിലൂടെ അവൾ പോകുന്നതും നോക്കിക്കൊണ്ട് മജീദ് വീണ്ടും ചാരുകസാരയിൽ ഇരുന്നു. സമയം പോയതറിഞ്ഞില്ല. കയ്യിൽ മണ്ണെണ്ണ വിളക്കുമായി ഉമ്മ വന്നു. മജീദ് മയങ്ങിക്കിടക്കുന്നത് കണ്ട് ആ വാത്സല്യ മാതാവ് ചോദിച്ചു. നീ എന്താ മോനെ ഇങ്ങനെ തരിച്ചിരിക്കണത്? ഓ ഒന്നുമില്ല മോനെ, ആ സുഹ്റയുടെ കോലം കണ്ട? കിളി പോലെ ഇരുന്ന പെണ്ണ. എല്ലാം റബ്ബിന്റെ വേണ്ടിയ. അവളെ അങ്ങനെ ആക്കി തീർത്തത് ആരാണ്? മജീദിന് കോപവും വ്യസനവും വന്നു. മോനെ, വന്നു വല്ലതും കഴിച്ചു കട. നീ ഒന്നും വിചാരിച്ച് സങ്കടപ്പെടണ്ട, എല്ലാം പടച്ചോൻ നേരെയാക്കും. മജീദ് അന്നു രാത്രി ഉറങ്ങിയില്ല. സുഹ്റയും അന്നു രാത്രി ഉറങ്ങിയില്ല. പറമ്പുകളും തോടും അവരുടെ ഇടയിലുണ്ട്, 2 ഭിത്തികളും അവരുടെ ഇടയിലുണ്ട്. എങ്കിലും അവർ ഉറങ്ങിയില്ല. ഭാവിയെ പറ്റിയുള്ള ചിന്തയായിരുന്നു. ഭാവി, അതൊരു ചോദ്യചിഹ്നമായി ഇരുവർക്കും. ഇവിടെ അധ്യായം 9 പൂർണ്ണമാകുന്നു. നന്ദി.